ഇന്ന് രണ്ട് വിശേഷപ്പെട്ട ഉത്സവങ്ങളായിരുന്നു. മഹാകുംഭമേളയിൽ അമൃതസ്നാനവും ആ, വസന്ത പഞ്ചമി. അതായത് നമ്മളെ കേരളം ഒഴിച്ച് മറ്റു മിക്ക സംസ്ഥാനങ്ങളിലും ഇന്നായിരുന്നു വിദ്യാർത്ഥികൾ വിദ്യാരംഭം കുറിക്കുന്നത്. വസന്ത പഞ്ചമി ദിവസമാണ് സരസ്വതി ദേവിയുടെ ജയന്തി ജന്മദിനമായിട്ട് ആഘോഷിക്കുന്നത് മിക്ക സ്ഥലങ്ങളിലും. ഇതിൻ്റെ കൂടെ തന്നെ ചില ഭാഗങ്ങളിൽ ഷഷ്ഠി, അതായത് പഞ്ചമി ഷഷ്ഠിയും കൂടെ ചേർന്ന് വന്നുകൊണ്ട് ഷഷ്ഠിയും ആഘോഷിച്ചു. അതുപോലെ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് മഹാദേവൻ്റെ ഇഷ്ട ദിവസമായതുകൊണ്ട് തിങ്കളാഴ്ചയും ആഘോഷിച്ചു. അങ്ങനെ ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമായിരുന്നു. സരസ്വതി ദേവി അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും സംഗീതത്തിൻ്റെയും സകല കലയുടെയും ബുദ്ധിയുടെയും പഠിത്തത്തിൻ്റെയും എല്ലാ ദേവിയാണ്. നമ്മൾ വിജയദശമി നാളിൽ അക്ഷരാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് കുറിക്കത്തില്ലേ, അതുപോലെ ഇവിടെയൊക്കെ ഈ ശ്രീ പഞ്ചമി അല്ലെങ്കിൽ സരസ്വതി പൂജ എന്ന് പറഞ്ഞ പൂജ നടക്കാറുണ്ട്. അപ്പോഴാണ് സ്കൂളുകളിലൊക്കെ അഡ്മിഷനും കുഞ്ഞുങ്ങൾക്കൊക്കെ എഴുത്തിനിരുത്തുകയൊക്കെ ചെയ്യുന്നത് ഈ ദിവസമാണ്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് രാവിലെ തൊട്ടേ ഇങ്ങനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ വിദ്യാരംഭം കുറിക്കുന്നത് ഇന്നാണ്. പല സ്ഥലങ്ങളിലും വെള്ള കളറിലുള്ള പുഷ്പങ്ങളും അതുപോലെയൊക്കെയുള്ള പാല് കൊണ്ടുള്ള ആഹാരങ്ങളും ഒക്കെ നിവേദ്യമായിട്ട് സമർപ്പിക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ മഞ്ഞ കളർ കൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെള്ളയും മഞ്ഞയും കൂടെ കലർത്തി ആ കളറാണ് ഉപയോഗിക്കാറ്. മിക്കവരും എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സരസ്വതി പൂജ ചെയ്യാറുണ്ട്, പിന്നെ പട്ടം പറപ്പിക്കാറുണ്ട്. അതുപോലെ വെള്ളയും മഞ്ഞയും വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അതേപോലെയുള്ള പ്രസാദമൊക്കെ ദേവിക്ക് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതേപോലെയുള്ള പൂക്കളൊക്കെ സമർപ്പിച്ചുകൊണ്ട് ആഘോഷിക്കാറുണ്ട്. പിന്നെ ചിലരൊക്കെ ഈ കടുകിൻ്റെ പൂവില്ലേ, മഞ്ഞ കളറിലുള്ള കടുകിൻ്റെ പൂവ്, അല്ലെങ്കിൽ ബന്ദിപ്പൂവ്, അല്ലെങ്കിൽ ജമന്തിപ്പൂവ്, ഇതൊക്കെ അർപ്പിക്കാറുണ്ട്. അമ്പലങ്ങളിൽ സാധാ പൂജകളൊക്കെ ഇല്ല, അതിലൊക്കെ പങ്കെടുപ്പിക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് തുടങ്ങുന്നതിനും ചിലർ സരസ്വതി പൂജ, പ്രത്യേകിച്ചും പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് തുടങ്ങുന്നതിനും സരസ്വതി പൂജ ദിവസം തിരഞ്ഞെടുക്കാറുണ്ട്. ഇപ്പോൾ മഹാകുംഭമേളയിലാണെങ്കിൽ ഇന്ന് പിതൃതർപ്പണത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നാഗസന്യാസിമാരൊക്കെ വന്ന് സ്നാനം ചെയ്യുന്നതുമൊക്കെ മിക്കവാറും ഇങ്ങനെയുള്ള ദിവസങ്ങളിലായിരിക്കും. അത് അമൃത സ്നാനം എന്നാണ് പറയുന്നത്. ഇത് മൂന്നാമത്തെ അമൃത സ്നാനമായിരുന്നു ഇന്ന് നടന്നത്. ഭയങ്കര തിരക്കായിരുന്നു. അതിങ്ങനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞ കണക്കെ തെലുങ്കിൽ 2 ഭക്തി ചാനലുകളാണ് പ്രധാനമായിട്ട്. പിന്നെ തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിൻ്റെ പ്രത്യേകം ചാനലുണ്ട്. അപ്പോൾ ഭക്തി ടി വി ഉണ്ട്, ഹിന്ദു ധർമ്മം ചാനലുണ്ട്, അതുപോലെ TTD. ഇതിലൊക്കെ ഇങ്ങനെ ഇതൊക്കെ കാണിക്കും. TTDയിൽ കുറച്ചേ കാണിക്കത്തുള്ളൂ. ഭക്തി ടി വിയിലും ഹിന്ദു ധർമ്മം ചാനലും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും, ഇങ്ങനെ ലൈവ് കുംഭമേളയുടെയും പിന്നെ ഈ സരസ്വതി പൂജയുടെയും. ആര് കുളിക്കുന്ന അങ്ങനെ കാണിക്കുകയൊന്നുമില്ല, അത് കാണിക്കുന്നത് തെറ്റല്ലേ. അല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, വെള്ളത്തിൽ ഇങ്ങനെ വെള്ളം തെറിപ്പിക്കുന്നതൊക്കെ കാണിക്കത്തുള്ളൂ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ആ സന്തോഷമൊക്കെ, ഇങ്ങനെയുള്ള സന്തോഷമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷം തോന്നും. അവർക്ക് അത് അങ്ങനെ ഭക്തിയായിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെയാണ് നല്ലത്. അല്ലാതെ വിമർശിക്കുന്നവർ എന്ത് കണ്ടാലും വിമർശിക്കും, അത് നമ്മൾ കാര്യമാക്കണ്ട. ഇനി വസന്തപഞ്ചമിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മിക്ക സ്കൂളുകളിലും, ഇവിടെയൊക്കെയുള്ള സ്കൂളുകളിലെല്ലാം ഇന്നായിരിക്കും കുഞ്ഞുങ്ങൾ അഡ്മിഷൻ എടുക്കുക. അതിന് വലിയ പൂജയൊക്കെ നടത്തി വലിയ ആഘോഷങ്ങളൊക്കെ നടത്താറുണ്ട്. സ്കൂളുകളിലൊക്കെ ഭയങ്കര ആഘോഷമായിരിക്കും അഡ്മിഷൻ്റെ. അത് അന്നെടുക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. പല ഇളവുകളൊക്കെ, ഫീസ് ഇളവുകളൊക്കെ കൊടുക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ വിജയദശമി ദിവസം ചെയ്യാറില്ലേ പൂജയ്ക്കിരിക്കുന്നത്, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഇന്നാണ് അക്ഷരാഭ്യാസം കുറിക്കുന്നത്, അത്രേ ഉള്ളൂ. പിന്നെ കുംഭമേളയിലോട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് അമൃതസ്നാനം, മൂന്നാമത്തെ അമൃതസ്നാനമായിരുന്നു. കഴിഞ്ഞതിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ പ്രാവശ്യം ഭയങ്കര സെക്യൂരിറ്റി ആയിരുന്നു. പക്ഷെ ഭക്തജനങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരുപാട് പേരിങ്ങനെ കോടിക്കണക്കിന് പേരിങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വെള്ളത്തിൽ ഇങ്ങനെ ഒരു ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് വീഴുമ്പോഴേ വന്ന് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നെ അല്ലാതുള്ള വാർത്തകളൊക്കെ അത് അവരെവിടെ നിന്ന് എടുക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ലൈവായിട്ട് ഇതിരുന്ന് കാണുന്നതൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഇങ്ങനെ ക്യാമറകൾ ഉപയോഗിച്ചാണ് എല്ലാം ഇങ്ങനെ
റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് ഭയങ്കരമായിട്ട് ഈ കുംഭമേളയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവം. ഇത് ലോകത്ത് തന്നെ ഇങ്ങനെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇന്ത്യയിലല്ലേ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള അവിടുത്തെ ഏറ്റവും വലിയ ഉത്സവമല്ലേ ഇത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഭാരതീയരാണേ, അപ്പോൾ നമ്മൾ ഇത് വിജയിക്കണേ എന്നായിരിക്കും നമ്മുടെ പ്രാർത്ഥന. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്നായിരിക്കും നമ്മുടെ പ്രാർത്ഥന. പ്രത്യേകിച്ചും അത് മഹാദേവൻ്റെ ആ ഒരു വലിയ ഉത്സവമാകുമ്പോൾ നമ്മൾക്കത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകത്ത് പലയിടത്തും ഇന്ന് രാത്രി പലതും സംഭവിച്ചേക്കാമെങ്കിലും തിങ്കളാഴ്ചയാണ്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. ഓം നമഃ ശിവായ.